നമസ്കാരം. പല വിഷയങ്ങളിലും തൻ്റെ പ്രതികരണം അറിയിക്കാറുള്ള വ്യക്തിയാണ് സാമ്പത്തിക വിദഗ്ധനായ ബൈജു സ്വാമി. അദ്ദേഹത്തിൻ്റെ പല പ്രതികരണങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അതുപോലെ തന്നെ അത് ചർച്ചയാകാറുമുണ്ട്. ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണമാണ് ചർച്ചയാകുന്നത്. ആദായ നികുതി വകുപ്പിന് ആരെയെങ്കിലും നേരെ ചെന്ന് പിടിച്ച് ജയിലിലാക്കാൻ കഴിയില്ലെന്നും കൂടാതെ ആദായ നികുതി വകുപ്പ് റെയ്ഡിന് മുൻപ് നോട്ടീസ് അയക്കുന്ന പതിവുണ്ടെന്നും അദ്ദേഹം തൻ്റെ കുറിപ്പിൽ പറയുന്നു. ബൈജു സ്വാമിയുടെ കുറിപ്പിങ്ങനെ: കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ റോയി ആത്മഹത്യ ചെയ്തതാണോ എന്ന് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പോലും വാങ്ങിയെടുക്കുമ്പോൾ കയ്യിൽ എങ്ങനെ റിവോൾവർ ഉണ്ടാകും? ഉദ്യോഗസ്ഥർ അപായപ്പെടുത്തിയതാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കോൺസ്പിറൻസി തിയറികൾ ഇറക്കുകയാണ് ഒരു വിഭാഗം മല്ലൂസ്. ഒന്നാമതായി പറയട്ടെ, റോയിയെ റെയ്ഡ് ചെയ്തത് ആദായനികുതി വകുപ്പാണ്, അല്ലാതെ ED അല്ല. ED ആണെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ ഭീഷണിപ്പെടുത്തി ജിക്ക് ഇലക്ട്രൽ ബോണ്ട് ഒപ്പിക്കാനുള്ള പണിയാണെന്നൊക്കെ ഒരു വാദത്തിന് സമ്മതിക്കാം. പക്ഷേ ആദായനികുതി വകുപ്പിന് ആരെയെങ്കിലും നേരെ ചെന്ന് പിടിച്ച് ജയിലിലാക്കാനൊന്നും ആകില്ല. കൂടാതെ ആദായനികുതി വകുപ്പ് റെയ്ഡിന് മുൻപ് നോട്ടീസ് അയക്കുന്ന പതിവുണ്ട്. തുടർന്ന് കൃത്യമായി നികുതി വെട്ടിപ്പുണ്ടെന്ന ബോധ്യം വരുമ്പോഴാണ് റെയ്ഡും ഓഫീസ് സീൽ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നത്. ചെറുകിട നികുതി വെട്ടിപ്പൊന്നും റെയ്ഡിൽ എത്താറില്ല എന്ന് മാത്രമല്ല, രേഖകൾ പൂഴ്ത്തുന്നതും എന്തെങ്കിലും വൻ തിരിമറി ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണഗതിയിൽ റെയ്ഡിന് തുനിയാറുള്ളൂ. ബിനാമി ആക്ട് വന്നതിന് ശേഷം ഡോക്യുമെന്റ്സ് പിടിച്ചെടുക്കാനാണ് റെയ്ഡുകൾ നടത്താറുള്ളത്. കാരണം ബിനാമി ആക്ട് വെച്ച് കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ റവന്യൂ രേഖകൾ സംസ്ഥാന സർക്കാരിൻ്റെ വകുപ്പായ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടാനുള്ള വിഷമം കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്നതുകൊണ്ടാണ്. റോയിയുടെ ആത്മഹത്യ നമ്മളെ ഞെട്ടിക്കുന്നതും വാർത്താ പ്രാധാന്യമുള്ളതാക്കിയതും അദ്ദേഹം ഒരു ലാർജർ ദാൻ ലൈഫ് ജീവിതശൈലിയും റാക്ക് ടു റിച്ച് സ്റ്റോറി ആയതുകൊണ്ടുമുള്ള വിനോദ വ്യവസായത്തിലുള്ള ആളായതും എല്ലാം കൊണ്ടാണ്. നിർഭാഗ്യകരമായ സംഭവം എന്ന് പറയാമെങ്കിലും കേരള പൗലോസ് പിടിച്ചുകൊണ്ടുപോയി ഉരുട്ടിക്കൊല്ലുന്നത് പോലെ ഒന്നിനു മുകളിൽ അതിനെ കാണുമ്പോൾ എന്തോ ഒരു വല്ലായിക തോന്നുന്നു. എത്രയോ നിസാര കുറ്റത്തിന് പോലീസ് ഹരാസ്മെൻറ്റ് നിത്യേനെ സാധാരണ മലയാളി അനുഭവിക്കുന്നുവെന്ന് ആലോചിക്കൂ എന്നുമാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിലുള്ളത്. അതേസമയം റോയിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക വിവരങ്ങളും പുറത്തു വന്നു. റോയി വെടിവെച്ചത് നെഞ്ചിൻ്റെ ഇടതുവശത്തായിട്ടാണെന്നാണ് പുറത്തു വരുന്ന വിവരം. 5ാം വാരിയലിലൂടെ വെടിയുണ്ട ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മരണകാരണം വെടിയുണ്ട ഹൃദയവും ശ്വാസകോശവും തുളഞ്ഞു കയറിയുണ്ടായ പരിക്ക് മൂലമെന്നാണ് കണ്ടെത്തൽ. ഇടതു നെഞ്ചിൽ തുളച്ചു കയറിയ വെടിയുണ്ട ഹൃദയത്തെയും ശ്വാസകോശത്തെയും കീറിമുറിച്ച് പിൻഭാഗത്ത് കൂടി പുറത്തു കടന്ന് തൽക്ഷണ മരണത്തിലേക്ക് നയിച്ചുവെന്ന് ഡോക്ടർ അരവിന്ദ് പറയുന്നു. 6.35 mm വെടിയുണ്ട മാത്രമാണ് കണ്ടെടുത്തത്. പൂർണ്ണ വിശകലനത്തിനായി വിശദമായ റിപ്പോർട്ടുകൾ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഭവസ്ഥലത്ത് നിന്ന് ശേഖരിച്ച രക്തസാമ്പിളുകളുടെയും മറ്റും പരിശോധന നടത്തി വരികയാണ്. പോലീസ് ഫോറൻസിക് ലബോറട്ടറിയുമായി സഹകരിച്ചാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. വെടിമരുന്നിൻ്റെയും ശരീരഭാഗങ്ങളുടെയും സാമ്പിൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചെന്നും ബൗറിംഗ് ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് MN അരുൺ പറഞ്ഞു. മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംസ്കാരം നാളെ ബംഗളൂരുവിൽ നടക്കും. മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് MD TA ജോസഫ് പോലീസിൽ പരാതി നൽകി. കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു. റോയിയുടെ മരണത്തിൽ കർണാടക ആഭ്യന്തരമന്ത്രി G പരമേശ്വര അന്വേഷണത്തിന് ഉത്തരവിട്ടു. റോയി ദുബായിൽ നിന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് എത്തിയത്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഓഫീസിൽ വെച്ച് അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം 5 മിനിറ്റ് ഇടവേളയെടുത്തു. തന്റെ മുറിയിലേക്ക് പ്രവേശിച്ച് 20 മിനിറ്റിന് ശേഷം മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും പരമേശ്വര പറഞ്ഞു. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി.